ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ് ഫോർ യു. ഇന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത് നൗൺസിനെ പറ്റിയാണ്. നൗൺസിൻ്റെ ഈച്ച് കാറ്റഗറിയാണ്. So first category that we are going to talk about is common nouns. Common nouns refer to people, places, things or ideas in general terms. They aren't capitalized and they aren't specific. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് തിങ്സ് ഓർ പീപ്പിൾ ഓർ പ്ലേസസ് വിച്ച് ആർ നോട്ട് സ്പെസിഫിക്, അതിനെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യേണ്ട കാര്യമില്ല. സോ അവയാണ് കോമൺ നൗൺസ് എന്നറിയപ്പെടുന്നത്. ഈ സെൻറ്റൻസ് മൈ ഫ്രണ്ട് ആൻഡ് ഐ വെൻറ്റ് ടു ദ റെസ്റ്റോറൻറ്റ് ടുഗെദർ, ഈ സെൻറ്റൻസിൽ ഫ്രണ്ട് അതുപോലെ റെസ്റ്റോറൻറ്റുമാണ് കോമൺ ആയിട്ടുള്ള നൗൺസ്. അടുത്തൊരു എക്സാമ്പിളിൽ ദ പപ്പി ബാർട്ട് ആറ്റ് ദ ഗെസ്റ്റ്സ്. അപ്പോൾ ഈ സെൻറ്റൻസിൽ പപ്പി അതുപോലെ ഗെസ്റ്റ്സ് ആണ് കോമൺ ആയിട്ടുള്ള നൗൺസ്. നെക്സ്റ്റ് എക്സാമ്പിളിൽ ദ ഫ്ലവർ വേസ് ഇസ് ഓൺ ദ ടേബിൾ. സോ ഇൻ ദിസ് എക്സാമ്പിൾ ഫ്ലവർ വേസ് അതുപോലെ ടേബിളാണ് കോമൺ ആയിട്ടുള്ള നൗൺസ്. അതൊന്നും നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് അതെല്ലാം ജനറലായിട്ടുള്ള വാക്കുകളാണ്, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അടുത്ത വേർഡ് പ്രോപ്പർ നൗൺ ആണ്. പ്രോപ്പർ നൗൺസ് നെയിം സ്പെസിഫിക് നൗൺസ് വിച്ച് ആർ ഓൾവേസ് ക്യാപിറ്റലൈസ്ഡ്. എനി നെയിം ഓഫ് എ പെർട്ടിക്കുലർ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. അതായത് ആൾക്കാരുടെ പേരുകളോ അല്ലെ സ്ഥലങ്ങളുടെ പേരുകളോ അല്ലെ ഓരോ കമ്പനിയുടെ പേരുകളോ ആണ് പ്രോപ്പർ നൗൺസ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. സോ ഫോർ എക്സാമ്പിൾ ജെനിഫർ, നാൻസി, ഡാനിയൽ, ലണ്ടൻ, ഏഷ്യ, ന്യൂയോർക്ക് ആൻഡ് ടൊയോട്ട, BMW, മെർസേഡീസ്. ഇതെല്ലാം ഡിഫറെൻ്റ് എക്സാമ്പിൾസ് ആണ് പ്രോപ്പർ നൗൺസിൻ്റെ. അടുത്ത ടൈപ്പ് ഓഫ് നൗൺസ് ആണ് കോമ്പൗണ്ട് നൗൺസ്. A compound noun contains two or more words that join together to make a single noun. എന്ന് വെച്ചാൽ ഓൾറെഡി ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വ്യത്യസ്ത രണ്ട് വാക്കുകൾ ഒന്നിച്ച് കൂട്ടി എഴുതുമ്പോഴാണ് അത് വേറെ ഒരു വേർഡ് ഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ റെയിൻ കോട്ട്. റെയിൻ ആൻഡ് കോട്ട് ചേർത്ത് എഴുതുമ്പോഴാണ് റെയിൻ കോട്ട് ആവുന്നത്. അതുപോലെ തന്നെ സൺഫ്ലവർ, സൺ പ്ലസ് ഫ്ലവർ ഇസ് സൺഫ്ലവർ. ഫുട്ബോൾ, ഫുട്ട് പ്ലസ് ബോൾ ഇസ് ഫുട്ബോൾ. ഈ ഇത്രയും ഞാൻ പറഞ്ഞ വാക്കുകളെല്ലാം കമ്പൈൻ ചെയ്യുമ്പം സ്പേസ് ഒന്നും ഇടുന്നില്ല. ഇനി ഞാൻ പറയുന്ന വാക്കുകൾ സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ എഴുതുന്നത്. ലൈക്ക് കോഫി ടേബിൾ, ഫുൾ മൂൺ ആൻഡ് ഹൈസ്കൂൾ. ഇനിയും നമ്മൾ എഴുതുവാൻ പോകുന്ന വാക്കുകൾ അതിൻ്റെ ഇടയ്ക്ക് ഹൈഫൻ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ചെക്ക് ഇൻ, റണ്ണർ അപ്പ് ആൻഡ് ഡ്രൈ ക്ലീനിങ്. സോ ഇത് 3 തരത്തിലുള്ള കോമ്പൗണ്ട് നൗൺസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. സ്പേസ് വരാത്ത വാക്കുകളുണ്ട്, സ്പേസ് വരുന്ന വാക്കുകളുണ്ട്, പിന്നെ ഇടയ്ക്ക് ഹൈഫൻ വരുന്ന വാക്കുകളുമുണ്ട്. ഓക്കെ, അടുത്തത് പൊസസീവ് നൗൺസ് ആണ്. പൊസസീവ് നൗൺസ് ഷോ ദാറ്റ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ് ഓൺ സംതിങ്. അതായത് ഒരു ആളോ സ്ഥലമോ സാധനമോ വേറെ എന്തെങ്കിലും അതിനെ ഓൺ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് ഉടമസ്ഥ അവകാശം അതിനുണ്ടെന്ന്. സോ ദിസ് ഈസ് സ്റ്റീവ്സ് ബുക്ക്. ഇത് ഈ ബുക്ക് സ്റ്റീവിൻ്റെ ആണ്. അതുപോലെ ഷീ ബോറോഡ് ഹെർ ഫ്രണ്ട്സ് അംബ്രല്ല. അപ്പോൾ ഫ്രണ്ടിൻ്റെ കുട അവൾ ബോറോ ചെയ്തു. വിൽ യു ഗിവ് മറിയാസ് പെൻ ബാക്ക്? മറിയയുടെ പേന തിരിച്ചു കൊടുക്കാമോ? അപ്പോൾ ഇതെല്ലാം ഉടമസ്ഥ അവകാശം ആരുടെയാണെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ പൊസസീവ് നൗൺസ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. അടുത്തത് സിംഗുലർ നൗൺ ആണ്. എ സിംഗുലർ നൗൺ റിഫേഴ്സ് ടു വൺ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. അപ്പോൾ ഒരു സിംഗുലർ തന്നെ ഒരു കാര്യമാണ്. സോ വെൻ വി റിഫർ ടു വൺ പേഴ്സൺ, പ്ലേസ് ഓർ തിങ് ആണ് സിംഗുലർ നൗൺ എന്ന് അറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ ഹെർ ബ്രദർ ലിവ്സ് ഇൻ UK.
ഇവിടെ ബ്രദർ ആണ് സിംഗുലർ നൗൺ. അടുത്തത് ദ സീനറി ഈസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ സീനറി ആണ് ഇവിടുത്തെ സിംഗുലർ നൗൺ. നെക്സ്റ്റ് എക്സാമ്പിൾ, ദ സ്കൂൾ ഈസ് ലൊക്കേറ്റഡ് നിയർ ഹിസ് ഹൗസ്. സോ ഇവിടെ ആക്ച്വലി 2 സിംഗുലർ നൗൺസ് ഉണ്ട്, സ്കൂൾ അതുപോലെ തന്നെ ഹൗസ്. നെക്സ്റ്റ് വൺ ഈസ് പ്ലൂറൽ നൗൺസ്. അപ്പോൾ എ പ്ലൂറൽ നൗൺ റിഫേഴ്സ് ടു മോർ ദാൻ 1 person, പ്ലേസ് ഓർ തിങ്. സോ ഒന്നിലധികം സാധനം, ആൾ അല്ലെ സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് പ്ലൂറൽ നൗൺസ് എന്നറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ചിൽഡ്രൻ ക്യാരി ദെയർ ബുക്സ് ഇൻസൈഡ് ബാഗ്സ്. സോ ഇവിടെ ചിൽഡ്രൻ അതുപോലെ ബുക്സ് അതുപോലെ ബാഗ്സ് ഇവയെല്ലാം പ്ലൂറൽ നൗൺസ് ആണ്. നെക്സ്റ്റ് സെൻറ്റൻസിൽ ദ ബോക്സസ് ഓഫ് ക്ലോത്ത്സ് വർ ഡൊണേറ്റഡ് ടു ദ ഫ്ലഡ് വിക്ടിംസ്. ഇവിടെ ബോക്സസ്, ക്ലോത്ത്സ് അതുപോലെ വിക്ടിംസ് ആണ് പ്ലൂറൽ നൗൺസ്. നെക്സ്റ്റ് സെൻറ്റൻസ്, ഗിഫ്റ്റ്സ് ആർ എക്സ്ചേഞ്ച്ഡ് ഓൺ ക്രിസ്മസ് ബൈ ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ ഇവിടെ ഗിഫ്റ്റ്സും അതുപോലെ മെമ്പേഴ്സ് ആണ് പ്ലൂറലായിട്ടുള്ള നൗൺസ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് നൗൺ ആണ് കോൺക്രീറ്റ് നൗൺസ്. So concrete nouns exist physically. You can actually see, hear, smell or touch them. So നമുക്ക് ട്രീനെ കാണാൻ പറ്റും, ബേർഡ്സ് സിങ് ചെയ്യുന്നത് കേൾക്കാൻ പറ്റും, ഫ്ലവേഴ്സിനെ നമുക്ക് സ്മെൽ ചെയ്യാൻ പറ്റും, ആപ്പിളിനെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും, കോട്ടണിനെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും. സോ യൂസിങ് ഓൾ ദ സെൻസസ്, നമുക്ക് എന്തെല്ലാം സെൻസസ് ഉണ്ടോ അത് വെച്ച് സെൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കോൺക്രീറ്റ് ആയിട്ടുള്ള നൗൺസ്. അടുത്തത് ആബ്സ്ട്രാക്റ്റ് നൗൺസ് ആണ്. ആബ്സ്ട്രാക്റ്റ് നൗൺസ് റിഫർ ടു കോൺസെപ്റ്റ്സ് ഓർ ഫീലിംഗ്സ് ദാറ്റ് കൻ നോട്ട് ബി എക്സ്പീരിയൻസ്ഡ് കോൺക്രീറ്റ്ലി ഓർ ടച്ച്ഡ് ഫിസിക്കലി. സോ ബേസിക്കലി ഇമോഷൻസ്, തോട്ട്സ് ആൻഡ് ഐഡിയാസ് ഇവയെല്ലാം നമുക്ക് ഫീൽ ചെയ്യാനോ ടച്ച് ചെയ്യാനോ പറ്റത്തില്ല, പക്ഷേ നമ്മുടെ ഇമോഷൻസോ തോട്ട്സോ ഐഡിയാസിൽ കൂടി അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് എക്സാമ്പിൾസ് ആണ് ചൈൽഡ്ഹുഡ്, മെമ്മറീസ്, ഡ്രീംസ്, ഗോൾസ്, ആസ്പിറേഷൻസ്. പിന്നെ നമ്മുടെ ഇമോഷൻസ് എല്ലാം ലൈക്ക് ആങ്കർ, സാഡ്നെസ്, ഹാപ്പിനെസ്, എക്സൈറ്റ്മെൻറ്റ് അതെല്ലാം. പിന്നെ ക്വാളിറ്റീസ് ലൈക്ക് ബ്രേവറി, ഹീറോയിസം, ഇന്നസെൻസ് ആൻഡ് ഡെഡിക്കേഷൻ. So all these are different examples of abstract nouns. അടുത്തത് countable nouns ആണ്. Countable nouns are nouns that you can count. They can be either singular or plural depending upon how many there are. So there are 7 oranges in the basket. There are 50 cars in the garage. They have 2 dogs. ഇതിലെല്ലാം നമുക്ക് എണ്ണാൻ പറ്റുന്ന നൗൺസ് ആയതുകൊണ്ട് they are known as countable nouns. അടുത്തത് അൺകൗണ്ടബിൾ നൗൺസ് ആണ്. ഇതൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്തതാണ്. They are nouns that can be measured but not counted. So this includes all liquids and all gases and certain masses. Rice, sugar or grains of sand are some examples of mass that we cannot count, and the stars we cannot count. സോ നമുക്ക് എണ്ണാൻ പറ്റാത്ത കാര്യങ്ങളാണ് അൺകൗണ്ടബിൾ നൗൺസ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഈസ് കളക്റ്റീവ് നൗൺ ആൻഡ് ദീസ് റിഫർ ടു എ ഗ്രൂപ്പ് ഓഫ് സംതിങ് ഇൻ പർട്ടിക്കുലർ. ഒരേ സാധനത്തിൻ്റെ ഒരു ഗ്രൂപ്പിനെ അറിയപ്പെടുന്നതാണ് കളക്റ്റീവ് നൗൺസ്. എ പ്രൈഡ് ഓഫ് ലയൺസ്, സ്വാർം ഓഫ് ബീസ്, ബാൻഡ് ഓഫ് മ്യൂസിഷ്യൻസ്, എ ബഞ്ച് ഓഫ് കീസ് ആൻഡ് ഹേർഡ് ഓഫ് ഷീപ്പ്. ഇതൊക്കെയാണ് കളക്റ്റീവ് നൗൺസ് എന്നറിയപ്പെടുന്നത്. സോ ഇത്രയുമാണ് നമ്മുടെ നൗൺസിൻ്റെ വീഡിയോ. നൗൺസിൻ്റെ എല്ലാ കാറ്റഗറിയും മനസ്സിലായെന്ന് കരുതുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ലീവ് ഇറ്റ് ഇൻ ദ കമൻറ്റ്സ് ബോക്സ് ആൻഡ് ഓൾസോ യു ക്യാൻ പുട്ട് സം എക്സാമ്പിൾസ് ഓഫ് യുവർ ഓൺ ആസ് വെൽ. താങ്ക് യു ഫോർ വാച്ചിങ് and I'll see you in the next video.